ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ചെല്ലാം ജാഥ അംഗങ്ങളായിട്ടുള്ള 3 പ്രമുഖ നേതാക്കൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ കുമ്പള വെച്ച് വലിയ ഒരു ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ജാഥ വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനം മുതൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന 3 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരമാണ് തുടക്കം, കാസർഗോഡ്, ഉദുമ, ഇപ്പോൾ കാഞ്ഞങ്ങാട്, ഈ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം ഈ ജാഥ എന്താണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്നറിയാൻ, കേൾക്കാൻ, സ്വീകരിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ ഒത്തുചേർന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റമായിട്ട് കാണുകയാണ്. എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും അതിനെ ബൂർഷ്വാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും കൂട്ടുപിടിച്ചാലും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ കാലത്തും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ ഘട്ടത്തിലായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇനി ഒരു സാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല, UDF ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രചാരവേല നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഒരു 5-8 വിഭാഗങ്ങൾ കേരളത്തിൽ തരങ്ങും വിലങ്ങും നടന്ന് അതെല്ലാം വലിയ അന്വേഷണം, തീവട്ടിക്കൊള്ള എന്നെല്ലാം പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാളിതുവരെയുള്ള സമീപകാലത്തൊന്നുമില്ലാതത്ര 99 സീറ്റ് നൽകി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കള്ളപ്രചാരവേലയെയും അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യവും വരുന്ന മാർച്ച്, ഏപ്രിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാലം വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ അധ്യായം ഈ കേരളം രചിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമാണ് തുടർഭരണം. ഇപ്രാവശ്യം തുടർഭരണത്തിൻ്റെ തുടർച്ച, 3ാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുതിപ്പാണ് ഇന്നും ഇന്നലെയുമെല്ലാം ഞങ്ങൾ ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഈ വടക്കേ അറ്റത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയത്. ഞങ്ങൾ വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്താണോ പറയുന്നത് അതേപോലെ നടപ്പിലാക്കും. പറ്റാവുന്നത് മാത്രമേ പറയുള്ളൂ. പറഞ്ഞാൽ ഉറപ്പാണ്. പറഞ്ഞാൽ പറയുന്ന കാര്യം നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ മറുപേരാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര്. അനാവശ്യമൊന്നും പറയില്ല, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കേരളത്തിന് ഇനി എന്താണ് ഭാവി എന്ന് ചിന്തിച്ചവരുണ്ട്. 2016 വരെ ഒരു നല്ലൊരു റോഡുണ്ടാക്കാനാവില്ല, നാഷണൽ ഹൈവേ ഇല്ല, പോയി. ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി കൂടംകുളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടുന്ന ലൈൻ, വൈദ്യുതി ലൈൻ വലിക്കാൻ പറ്റില്ല, അതും വഴിക്ക് വെച്ച് നിർത്തി. അതേപോലെ തന്നെ ഗയൽ പദ്ധതി, പൈപ്പ് ലൈൻ, അതും സാധിക്കുന്നതല്ല, വഴിക്ക് വെച്ച് നിർത്തി. ഒരു വികസന പ്രവർത്തനത്തിനും ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നേറാനാവില്ല എന്ന് പ്രതീക്ഷിച്ച്, എന്ന് വിഷമിച്ച് ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാം നേടാം, LDF അധികാരത്തിൽ വരും, എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച്. ഞങ്ങൾ വെറുതെ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുക മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഹൈവേ, നാഷണൽ ഹൈവേ 66
ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടുകൂടി, മാർച്ചിൻ്റെ ആദ്യ ഭാഗത്തോടുകൂടി ഈ കേരളത്തിൻ്റെ തലപ്പാടി മുതൽ കളിയിക്കാവളി വരെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ ഉള്ള നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഭൂരിപക്ഷം റീച്ചുകളും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നത് കേരളത്തിൻ്റെ ഭാവി രചിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം തന്നെയായിരിക്കും. ആ മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.